ഹായ് ഗൈസ്, വെൽക്കം ടു ഡ്രീം ക്യാച്ചർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് OET ലിസണിങ്ങിനെ കുറിച്ചുള്ളൊരു ഓവർവ്യൂ ആണ്. അതായത് ഒരു സ്ട്രക്ചർ ഓഫ് OET ലിസണിങ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു OET ആയിരുന്നു. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലിസണിങ്ങിനെ കുറിച്ചുള്ളൊരു സ്ട്രക്ചറാണ്. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ലിസണിങ്ങിനെ കുറിച്ചുള്ളൊരു സ്ട്രക്ചർ. എന്നാൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ പറയാം. സോ ലിസണിങ് സബ്ടാസ്ക് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. 3 പാർട്ടുകളാണ് നമുക്കുള്ളത്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഓഡിയോ ഈസ് അബൌട്ട് 40 മിനിറ്റ്സ്. സോ ആസ് ദ കോൺവെർസേഷൻ ആ ഓഡിയോയും 40 മിനിറ്റ്സ് തന്നെ നിങ്ങൾക്ക് ഉണ്ട്. സോ പാർട്ട് എ എന്താണ്, പാർട്ട് ബി എന്താണ്, പാർട്ട് സി എന്താ എന്നുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമുക്കിന്ന് നോക്കാം. സോ പാർട്ട് എ എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ എക്സ്ട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 പേഴ്സൺ, എയ്തർ എ നേഴ്സ് ആൻഡ് എ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ ആൻഡ് എ പേഷ്യൻറ്റ്, അങ്ങനെയും ആകാം. സോ നമുക്ക് ഈ കൺസൾട്ടേഷൻ എക്സ്ട്രാക്റ്റിൽ 5 മിനിറ്റ്സ് ഉണ്ട്. ദിസ് കൺസിസ്റ്റ് ഓഫ് 2 എക്സ്ട്രാക്ട്സ്. സോ ഈ പാർട്ട് എനകത്ത് നമുക്ക് 2 എക്സ്ട്രാക്റ്റ് ഉണ്ട്, എക്സ്ട്രാക്ട് 1 ആൻഡ് എക്സ്ട്രാക്ട് 2. സോ ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ വി വിൽ ഹാവ് 1 to 12 ക്വസ്റ്റ്യൻ, ആൻഡ് ഇൻ ദി സെക്കൻഡ് എക്സ്ട്രാക്ട് വി വിൽ ഹാവ് 13 to 24 ക്വസ്റ്റ്യൻ. സോ ഈ 1 to 12 ക്വസ്റ്റിന് മുമ്പ് നമുക്കൊരു ബീപ്ന്ന് സൗണ്ട് കേൾക്കും. യു വിൽ ഹാവ് 30 സെക്കൻഡ്സ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ. സോ 30 സെക്കൻഡ്സ് നമുക്ക് തരും ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ. ആ 1 to 12 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തതിന് ശേഷം ബീപ്ന്നൊരു സൗണ്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഓഡിയോ പ്ലേ ആവാൻ തുടങ്ങും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ലിസൺ ടു ദ ഓഡിയോ വെരി കെയർഫുള്ളി ആൻഡ് റൈറ്റ് ഡൗൺ ദി ആൻസേഴ്സ്. Same as if extract 2-ലും you will have the question number from 13 to 24 question. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ you will have again 30 seconds to read the question. അത് കഴിഞ്ഞ് ഓഡിയോ പ്ലേ ആവും. വളരെ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്ത് നിങ്ങൾ ആ ആൻസേഴ്സ് എഴുതണം. ഇതാണ് പാർട്ട് എയുടെ ഒരു ഓവർവ്യൂ. നെക്സ്റ്റ് മൂവിങ് ടു പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഷോർട്ട് വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്. സോ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഷോർട്ട് വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 minute ഈച്ച് ആൻഡ് 6 ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 25 to 30 ആൻഡ് ഇറ്റ് വുഡ് ബി ലൈക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 3 ഓപ്ഷൻസ് ഉണ്ടാവും, ആൻഡ് ദ ഓഡിയോ വിൽ ബി പ്ലേയിങ്. ഇറ്റ് മേ ബി എ സ്മോൾ സ്റ്റോറി റിഗാർഡിങ് എ പേഷ്യൻറ്റ് കോൺവെർസേഷൻ. either ഒരു ഫാർമസിസ്റ്റ് പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു നേഴ്സ് പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നതാവാം. സോ ആ ഓഡിയോ കേട്ടതിന് ശേഷം 3 ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യും. സോ ദിസ് ഇസ് പാർട്ട് ബി. ആൻഡ് മൂവിങ് ടു പാർട്ട് സി. പാർട്ട് സി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയും. So this consists of 5 minutes each. So 5 minutes ഉണ്ടാവും. About a presentation ആയിരിക്കാം, either a interview ആയിരിക്കാം. So the next one is like you will have 6 multiple choice question. So 6 multiple choice question 2 എക്സ്ട്രാക്റ്റിലായിരിക്കും നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയും ആസ് ഇഫ് ലൈക്ക് പാർട്ട് എ പാർട്ട് സിയിൽ നമുക്ക് 2 എക്സ്ട്രാക്റ്റ് ഉണ്ടാവും, എക്സ്ട്രാക്ട് 1 ആൻഡ് എക്സ്ട്രാക്ട് 2. സോ എക്സ്ട്രാക്ട് 1-നകത്ത് you will have question number from 31 to 36. Extract 2-ലും 37 to 42. So both നമുക്ക് 6 questions ഉണ്ടാവും. And each question consists of 3 option. So 6 question എന്ന് പറഞ്ഞാൽ ആ 6 question 3 options ഉണ്ടാവും. ടോട്ടൽ 18 options ഉണ്ടാവും നമുക്ക്. സോ പാർട്ട് സിക്ക് മുമ്പും you will have 90 seconds to read the question. സോ ഈ 90 സെക്കൻഡ്സും കൊണ്ട് നിങ്ങൾ 31 തൊട്ട് 36 വരെയും റീഡ് ചെയ്യണം. ആ ക്വസ്റ്റ്യനും റീഡ് ചെയ്യണം, ആ 3 ഓപ്ഷൻസ് ഓഫ് ഈച്ച് ക്വസ്റ്റ്യനും റീഡ് ചെയ്യണം. സോ നിങ്ങൾ ആദ്യം എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ 31st ക്വസ്റ്റ്യൻ ടു 36 വരെ റീഡ് ചെയ്യുക. എന്നിട്ട്
ഫ്രം 36 to 31 റീഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഈസിയർ മെത്തേഡ്. സെയിം ആസ് 37 to 42 അങ്ങനെ തന്നെ ചെയ്യുക. ആൻഡ് വൺസ് ആഫ്റ്റർ ഫിനിഷിങ് ദ 90 seconds ബീറ്റിന് സൗണ്ട് കേൾക്കും, ഓഡിയോ പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ യു ഹാവ് ടു ലിസൺ ടു ദ ഓഡിയോ വെരി കെയർഫുള്ളി ആൻഡ് റൈറ്റ് ഡൗൺ ദി ആൻസർ. ഇത് ഒരു കണ്ടിന്യൂസ് ഓഡിയോ ആയിരിക്കും. ദർ വിൽ ബി എ നോ പോസ് ഇൻ ബിറ്റ്വീൻ. So either it could be like short answer type അല്ലെങ്കിൽ sentence completion ആവാം. So this is an overview regarding an OET listening. I hope നിങ്ങൾക്ക് എല്ലാവർക്കും overview of OET listening മനസ്സിലായി എന്ന്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വളരെ ഡെപ്തായിട്ട് പാർട്ട് എ എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക് യു.